ഏകദേശം സമയം രാവിലെ 9:50 ആകുമ്പോൾ ഞങ്ങൾ നേരെ കൊച്ചിക്ക് വിടുകയാണ്. വെറുതെ കൊച്ചി കാണാൻ പോകുന്നല്ല, അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അത് ഞാൻ നിങ്ങളോട് വഴിയെ പറയട്ടോ. കാലിക്കറ്റിൽ നിന്ന് കൊച്ചി വരെ ഏകദേശം നല്ല ദൂരമുണ്ട്. എന്തായാലും നല്ല സൗകര്യത്തോട് പോകാനുള്ള കാറ്, ട്രെയിന്, ബസ് ഇതെല്ലാം ഒഴിവാക്കി ഞങ്ങൾ ബൈക്ക് തന്നെ ചൂസ് ചെയ്ത് ഞങ്ങൾ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. റീൽസ് അല്ല മക്കളെ, റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കേട്ടത് ഇന്നാണ് കേട്ടോ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. ബൈക്കിലൊക്കെ ഇത്രയും ദൂരം രണ്ടുപേര് ചെത്തി പോണത്, അതും ബുള്ളറ്റിലൊക്കെ പോണ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആ ഒരു സുഖേ ശരിക്കും ഇതിൽ പോയാൽ കിട്ടൂല കേട്ടോ. അത് നട്ടപുരി വെയിലത്ത് ഇത്രയും ദൂരം ബൈക്കിൽ കുത്തിയിരുന്ന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹോൾസെയിലായിട്ട് കുറച്ച് മെറ്റീരിയൽസ് അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എറണാകുളം വരെ പോയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്തുള്ള ബ്രോഡ്വേ മാർക്കറ്റിലെ ഒട്ടുമിക്ക ഷോപ്പുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ നല്ല മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡ്രസ്സും കിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ ദിവസം കൊണ്ട് പോയിട്ട് ഇതൊക്കെ നോക്കിങ്ങാണ്ട് വാങ്ങി തിരിച്ചു പോരണം എന്നുള്ളതായിരുന്നു എന്റെ പ്ലാൻ കേട്ടോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതൊന്നും നടക്കണ കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിലെ ഷോപ്പുകൾ തന്നെ നമ്മൾ മുഴുവൻ കണ്ടിട്ടുണ്ടോ? പിന്നെയാണ് ഈ എറണാകുളത്തുള്ള ഇത്രയും വലിയ മാർക്കറ്റ് കണ്ടു തീരുന്നത്. അപ്പൊ ഇതെന്തായാലും ഒരു ദിവസം കൊണ്ട് തീരാത്ത സ്ഥിതിക്ക് ഞാൻ നാളെയും കൂടെ പോയിട്ടൊന്ന് അന്വേഷിക്കാന്ന് കരുതി.